ഒരേപോലെ തോന്നുന്ന രണ്ട് കഥാപാത്രങ്ങൾ. ഈ രണ്ട് കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ചിരിക്കുന്നത് ഒരേ നടി തന്നെയാണ്. ഈ രണ്ട് കഥാപാത്രങ്ങളെയും എഴുതിയിരിക്കുന്നതും ഒരേ തിരക്കഥാകൃത്ത് തന്നെയാണ്. രണ്ട് സിനിമകളിലും ഇവരുടെ മൂത്ത മകനായി അഭിനയിച്ചിരിക്കുന്നത് ഒരേ നടൻ തന്നെയാണ്. രണ്ട് സിനിമകളിലും ഇവരെ മരുമകളായി അഭിനയിച്ചിരിക്കുന്നതും ഒരേ നടി തന്നെയാണ്. പക്ഷേ ഈ രണ്ട് കഥാപാത്രങ്ങളെയും സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുവന്ന് വളരെ മികച്ച രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു നടി. ഈ ഒരു അഭിനേത്രി ആരാന്ന് ചോദിച്ചാൽ മലയാളത്തിലെ ലെജൻഡറി ആക്ട്രസ് ആയിട്ടുള്ള KPS ലളിതയാണ്. രണ്ട് സിനിമകൾ, ഒന്ന് തലയണ മന്ത്രവും മറ്റേത് വടക്കു നോക്കി യന്ത്രവും. 1989 വടക്കു നോക്കി യന്ത്രം എന്ന് പറയുന്ന സിനിമ റിലീസാവുന്നത്. ശ്രീനിവാസൻ തിരക്കഥ എഴുതി ശ്രീനിവാസൻ തന്നെ സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ തളത്തൽ ദിനേശൻ എന്ന് പറയുന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരു സിനിമയാണ് വടക്കു നോക്കി യന്ത്രം. ഇനി നമുക്ക് തലയണ മന്ത്രം നോക്കാം. 1990 സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് ശ്രീനിവാസൻ തിരക്കഥ എഴുതി പ്രധാന വേഷങ്ങളിലൊന്ന് അവതരിപ്പിച്ചിട്ടുള്ള ഒരു സിനിമയാണ് തലയണ മന്ത്രം. ഈ രണ്ട് സിനിമകളിലും അമ്മ വേഷം ചെയ്തിരിക്കുന്നത് KPS ലളിതയാണ്. പക്ഷേ ഈ രണ്ട് കഥാപാത്രങ്ങൾ നമ്മൾ ഒറ്റയടിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരേപോലുള്ള കഥാപാത്രങ്ങളായിട്ട് തോന്നും. അതായത് ഇടത്തരം വീട്ടിലുള്ള ഒരു മലയാളി അമ്മ അല്ലെങ്കിൽ ഒരു അമ്മായിയമ്മ, ഇത്തരത്തിലുള്ള ഒരേപോലെ തോന്നുന്ന രണ്ട് ക്യാരക്ടേഴ്സാണ് ഈ രണ്ട് സിനിമകളിലും ഉള്ളത്. പക്ഷേ ഈ രണ്ട് സിനിമകളിലും രണ്ട് രീതിയിലാണ് ഇവർ പെർഫോം ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര പ്രകടമായ മാറ്റങ്ങളല്ല, വളരെ ചെറിയ രീതിയിലാണ്. ഈ രണ്ട് കഥാപാത്രങ്ങൾക്ക് ഒരുപാട് സാമ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത് രണ്ടും പെട്ടെന്ന് നോക്കുമ്പോൾ ഒരുപോലെ തോന്നുന്നത്. ഞാൻ ഓരോ സാമ്യങ്ങളായിട്ട് പറയാം. ഇതിൽ ഒന്നാമത്തെ സാമ്യത, ഈ രണ്ട് വീടുകളും അച്ഛനില്ലാത്ത വീടുകളാണ്. അപ്പോൾ അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ച അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച ഒരു ഭാര്യ മക്കളെ വളർത്തി ഉണ്ടാക്കിയ അങ്ങനെയുള്ള ഒരു ഇടത്തരം വീട്ടിലെ ഒരു അമ്മാവേഷമാണ് ഈ രണ്ട് സിനിമകളിലും ഉള്ളത്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വീട്ടിലും 3 കുട്ടികൾ വീതമാണ് ഉള്ളത്. മൂത്ത 2 ആൺമക്കളും ഇളയതൊരു പെൺകുട്ടിയും, അതും ഒരേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി മറ്റൊരു സാമ്യത, രണ്ട് സിനിമയിലും 2 ആൺമക്കളും തമ്മിൽ വഴക്കിട്ട് മൂത്ത മകൻ വിട്ട് ഇറങ്ങിപ്പോകുന്നത് കാണേണ്ടി വരുന്ന ഒരു അമ്മയാണ് ഈ രണ്ട് സിനിമകളിലുള്ള KPS ലളിത അവതരിപ്പിച്ച അമ്മ കഥാപാത്രം. സോ ഇങ്ങനെ ഒരേപോലെയുള്ള ജീവിത സാഹചര്യം, ഒരേ എണ്ണത്തിലുള്ള മക്കൾ, അതും ഒരേ ഓർഡറിൽ, ആദ്യം 2 ആൺമക്കൾ പിന്നെ ഒരു പെൺകുട്ടി. ഇതിൽ മൂത്ത മകൻ്റെ ക്യാരക്ടർ രണ്ട് സിനിമയിലും ചെയ്തിരിക്കുന്നത് ശ്രീനിവാസൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരേപോലെയുള്ള രണ്ട് വീടുകളിലെ അമ്മമാരെ, ഒരേ ജീവിത സാഹചര്യത്തിലുള്ള 2 അമ്മമാരെ ക്യാരക്ടേഴ്സാണ് ഈ രണ്ട് സിനിമകളിലുള്ളത്. പക്ഷേ ഈ രണ്ട് കഥാപാത്രങ്ങൾക്കും വ്യത്യസ്തതകളുണ്ട്. അത് വളരെ മൈൽഡായിട്ട് ഈ രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് തലയണ മന്ത്രം എന്ന് പറയുന്ന സിനിമ നോക്കാം. ഈ സിനിമയിൽ ഇവർക്ക് 2 ആൺമക്കളാണുള്ളത്. ഇതിൽ മൂത്ത മകൻ പോളിടെക്നിക്കൊക്കെ പഠിച്ചിട്ട് നല്ലൊരു എൻജിനീയറിംഗ് ജോലിയൊക്കെ നേടി വരുമാനം കൊണ്ടുവരുന്ന ഒരാളാണ്. ഇനി രണ്ടാമത്തെ മകൻ നല്ല സ്മാർട്ടായിട്ടുള്ള, അതായത് മറ്റേ ആൾ ബുക്ക് സ്മാർട്ടാണെങ്കിൽ ഈ രണ്ടാമത്തെ ആൾ സ്ട്രീറ്റ് സ്മാർട്ടാണ്. ഈ ജയറാം അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ സംസാരത്തിലെല്ലാം അതുണ്ട്. അപ്പോൾ അച്ഛൻ്റെ പോലെ ഒരു അധികാരത്തിലൊക്കെ സംസാരിക്കുന്ന ആ ഒരു സ്മാർട്ട്നെസ് ഉള്ള ഈ ഒരു പലചരക്ക് കട നടത്തുന്ന ഒരാളാണ് ഈ പറയുന്ന രണ്ടാമത്തെ മകൻ. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ, വീട്ടിലൊരു ആണ് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഈ രണ്ടാമത്തെ മകൻ ചെയ്യുന്നുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ടുള്ള ആവശ്യം ഈ 2 ആൺമക്കളും കൂടെ ഉള്ളതുകൊണ്ട് അതും ഒരു രീതിയിൽ കവർ ചെയ്തു പോകുന്നുണ്ട്. സോ ഈ ഒരു അമ്മയുടെ പുറത്തുള്ള ഉത്തരവാദിത്തം കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ മൊത്തത്തിലുള്ള പെരുമാറ്റത്തിലൊക്കെ അത്രയും അധികാരത്തോടു കൂടി മക്കളോട് സംസാരിക്കുന്നതായിട്ട് കാണില്ല. രണ്ടുപേരും സ്നേഹത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. അതേപോലെ ഇവർ ഈ 2 മരുമക്കളുടെയും കൊണ്ടുവന്ന സ്വർണം നോക്കിയിട്ട് അവരോട് പക്ഷപാതം കാണിക്കുന്ന ഒരു അമ്മയല്ല. അതായത് രണ്ടാമത്തെ മകൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ എത്ര ഗോൾഡ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ പോലും അവർക്ക് കൃത്യമായ ധാരണയില്ല. കാരണം അവർ വളർന്നു വന്ന ഒരു സാഹചര്യം വെച്ചിട്ടും പിന്നീട് ഭർത്താവിൻ്റെ മരണത്തിന് ശേഷമൊക്കെ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് പ്രശ്നം അനുഭവിച്ചിട്ടുള്ള ഒരു അമ്മയായിരിക്കും. അപ്പോൾ പിന്നീട് മക്കളൊക്കെ ജോലിയൊക്കെ നേടി വരുമാനം കൊണ്ടുവന്നപ്പോൾ അവർക്ക് കിട്ടിയ വരുമാനം വെച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ അവർക്കറിയാം. അവർക്ക് പണത്തിനോട് വലിയ ആർത്തിയോ കാര്യങ്ങളോ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഇടപെടുന്ന എല്ലാ രീതിയിലും ഈ ഒരു സ്നേഹത്തോടു കൂടിയുള്ള ആ ഒരു പെരുമാറ്റം നമുക്ക് കാണാം. ഇനി നമുക്ക് വടക്കു നോക്കി യന്ത്രത്തിലേക്ക് പോകാം. വടക്കു നോക്കി യന്ത്രം കാണുകയാണെങ്കിൽ അവിടെ മൂത്ത മകന് ജോലിയുണ്ട്, ജോലിയല്ല, അയാൾക്കൊരു പ്രസ് ഉണ്ട്. പക്ഷേ അയാൾ അത്ര കാര്യപ്രാപ്തിയുള്ള ഒരാളല്ല. പിന്നാലെ നടന്ന് പറഞ്ഞാലേ കാര്യങ്ങൾ ചെയ്യുള്ളൂ. പിന്നെ അയാൾക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. കല്യാണം വരുമ്പോൾ അയാളുടെ അപകർഷതാബോധം മുഴുവൻ ഒരു മനഃശാസ്ത്രജ്ഞന് കത്തഴിച്ച് ചോദിക്കുന്നത്, അതിങ്ങനെയാണ് സിനിമ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉള്ള, അത്രത്തോളം കപ്പാസിറ്റി ഇല്ലാത്ത, കാര്യപ്രാപ്തി കുറവായിട്ടുള്ള ഒരു മൂത്ത മകനാണ് അവർക്കുള്ളത്. അവർക്ക് ഭർത്താവില്ല. സോ സ്വാഭാവികമായിട്ട് ഇവരെന്ത് ചെയ്യണം? ഇവർ കുറച്ചുകൂടെ കമാൻഡിങ് ആവണം. ആ ഒരു സ്വഭാവം ഈ ക്യാരക്ടർ ഓരോ തവണയും മക്കളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. അവർ മരുമകളോടാണെങ്കിലും സംസാരിക്കുന്നത് കുറച്ചുകൂടി ഒരു അധികാരത്തോടു കൂടിയാണ്. ഭയങ്കര സ്നേഹത്തോടു കൂടിയൊന്നുമല്ല അവർ സംസാരിക്കുന്നത്. അപ്പോൾ വളരെ അധികാരത്തോടു കൂടി സംസാരിച്ചാൽ ഇവരെ മകൻ
ഇവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുള്ളൂ, അല്ലാതെ നോക്കി കണ്ടും ചെയ്യുന്ന ഒരു മകനല്ല അവർക്കുള്ളത്. അതേപോലെ ഇവരെ സപ്പോർട്ട് ചെയ്യാനുള്ളത് ഇവരുടെ ഒരു ആങ്ങളെയാണ്. അപ്പോൾ ഈ അമ്മാവൻ ക്യാരക്ടർ വരുമ്പോൾ മാത്രമാണ് ഇവർ പിന്നെയും ഇത്തിരി ഒതുക്കത്തിൽ സംസാരിക്കുന്നത്. കാരണം അവരെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം അവർ ആങ്ങളെയായിരിക്കും ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ആങ്ങളയോട് ഇവർക്കൊരു ബഹുമാനമുണ്ട്. പക്ഷേ ഇവരെ രണ്ട് മക്കളും, രണ്ടാമത്തെ മകൻ കുറച്ചുകൂടെ ചെറുതാണ്, മൂത്ത മകൻ ഇത്തിരി കാര്യപ്രാപ്തി കുറവുണ്ട്. അപ്പോൾ രണ്ടാളോടും അധികാരത്തോടു കൂടി ഇരുന്ന് സംസാരിച്ചാലേ ഇവർക്ക് കാര്യങ്ങൾ നടക്കുകയുള്ളൂ ആ വീട്ടിൽ. അതുകൊണ്ട് തന്നെ ഇവർ കാഴ്ചയിലും വേഷത്തിലും ഒരുപോലെ ഇരുന്നാലും ഇവരുടെ പെരുമാറ്റം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തലേണ മന്ത്രത്തിലെ അമ്മയല്ല നമ്മുടെ വടക്കു നോക്കി യന്ത്രത്തിലെ അമ്മ. ഇവർ കുറച്ചുകൂടെ കമാൻഡിങ് ആണ്, ഇവർ സംസാരിക്കുന്ന രീതിയും ഡിഫറെൻ്റ് ആണ്. ഇനി നമുക്ക് ഈ രണ്ട് സിനിമയിലും ഏകദേശം സിമിലർ ആയിട്ടുള്ള ചില സിറ്റുവേഷൻ ഉണ്ട്. അതായത് പുതിയതായിട്ട് കല്യാണം കഴിച്ച മകനും മരുമകളും തമ്മിലുള്ള ഒരു റൊമാൻറ്റിക് മൊമെൻറ്റ് കാണുമ്പോൾ ഈ അമ്മ പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. വടക്കു നോക്കി യന്ത്രത്തിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ മകൻ മരുമകളുടെ അടുത്ത് തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കാണുമ്പോൾ അമ്മ വളരെ ദേഷ്യത്തിൽ അയാളെ പ്രസ്സിലേക്ക് പറഞ്ഞുവിടുകയാണ് ചെയ്യുന്നത്. ഒന്നാമത് ഉത്തരവാദിത്വമില്ലാത്ത മകൻ ഇനിയിപ്പോൾ ഈ കല്യാണം കഴിഞ്ഞതിൻ്റെ ഒരു റീസൺ വെച്ചിട്ട് അവൻ ഇനിയും ഉഴപ്പുമോ എന്നുള്ള പേടി കൊണ്ടായിരിക്കും അവൻ്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് ഇവർ പറഞ്ഞു വിടുന്നത്. പക്ഷേ നമ്മൾ തലേണ മന്ത്രം എടുത്തു നോക്കി കഴിഞ്ഞാൽ ജയറാമിൻ്റെ കഥാപാത്രം പാർവതിക്ക് ഒരു പൊട്ട് കുത്തി കൊടുക്കുന്ന ഒരു സീനിൽ അവിടെ വരുന്ന അമ്മ വളരെ നാണത്തോടു കൂടിയാണ് മോൾക്ക് കൊണ്ടുപോകാൻ ചോറ് വേണോ എന്ന് ചോദിക്കുന്നത്. അല്ലാതെ നമ്മുടെ വടക്കു നോക്കി യന്ത്രത്തിൽ പോലെ അവിടെ അധികാരം കാണിക്കുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല. സോ ഒരേ സിറ്റുവേഷനിൽ ഇവർ രണ്ട് രീതിയിലാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ആ ഒരു മൈൽഡായിട്ടുള്ള ഡിഫറൻസിലാണ് ഈ രണ്ട് കഥാപാത്രത്തിനെയും KPC ലളിത എന്ന് പറയുന്ന ആക്ട്രസ് ഡിഫറെൻ്റ് ആക്കിയിരിക്കുന്നത്. രണ്ട് സിനിമയിലും ആൺമക്കൾ തമ്മിൽ വഴക്കിട്ട് വീട് വിട്ട് ഇറങ്ങുന്നത് കാണേണ്ടി വരുന്ന ഒരു അമ്മയാണ്. പക്ഷെ അതിലും ഒരു വ്യത്യാസമുണ്ട്. തലേണ മന്ത്രത്തിൽ മൂത്ത മകൻ വീട് വിട്ട് ഇറങ്ങുമ്പോൾ ഈ അമ്മ പോകരുതെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഇളയ മകനോട് ചേട്ടനെ പോകാൻ അനുവദിക്കരുത്, ചേട്ടനോട് പോകരുതെന്ന് പറയാനും ഈ അമ്മ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ അമ്മ പറയുന്നത് കേൾക്കാതെ മൂത്ത മകൻ വീട് വിട്ട് ഇറങ്ങുന്നു. മൂത്ത മകൻ പോയതിൽ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. പിന്നീടൊരു സീനിൽ അമ്മ അത് പറയുന്നുണ്ട്, ഇത്തരം കാര്യങ്ങൾ പല വീടുകളിലും നടക്കുന്നതായിട്ട് കേട്ടിരുന്നു, പക്ഷേ എൻ്റെ വീട്ടിൽ ഇങ്ങനെ സംഭവിക്കുന്നത് കരുതിയില്ല. എന്നിട്ട് ഇളയ മകനോട് അമ്മ പറയുന്നുണ്ട്, നീ ഇനി ഒരു അച്ഛനായിട്ട് നിൻ്റെ മക്കൾക്ക് ഇങ്ങനെ വരുമ്പോഴേ എൻ്റെ വിഷമം നിനക്ക് മനസ്സിലാവുമെന്ന്. എന്നാൽ വടക്കു നോക്കി യന്ത്രത്തിലെ അമ്മ ഇങ്ങനെയല്ല പ്രതികരിക്കുന്നത്. രണ്ട് മക്കൾ തമ്മിൽ വഴക്കിടുന്ന സമയത്ത് ഈ അമ്മ ഇളയ മകൻ്റെ പക്ഷത്താണ് നിൽക്കുന്നത്. ഈ അമ്മയാണ് മൂത്ത മകനോട് ഇറങ്ങി പോകാൻ പറയുന്നത്. ഇതിൽ മറ്റൊരു കൗതുകമുള്ളത് വടക്കു നോക്കി യന്ത്രത്തിൽ അമ്മ പറയുന്ന ഡയലോഗ്, നീ ഭാര്യയുടെ തലേണ മന്ത്രത്തിൽ മയങ്ങിയല്ലേ എന്നാണ്. തലേണ മന്ത്രം സിനിമയിലാണ് സത്യത്തിൽ അങ്ങനെ സംഭവിച്ചത്. പക്ഷേ ആ സീനിൽ തലേണ മന്ത്രത്തിൽ അങ്ങനെ ഡയലോഗൊന്നുമില്ല. എന്നാൽ വടക്കു നോക്കി യന്ത്രത്തിൽ തലേണ മന്ത്രം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അമ്മ മകനോട് പറയുന്നുണ്ട്, നീ ഒരു പെൺകോന്തനാണ്, നീ ഭാര്യയുടെ വാക്ക് കേട്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. ഇവിടെയും ഒരേ സിറ്റുവേഷനിൽ രണ്ട് രീതിയിലാണ് രണ്ട് കഥാപാത്രങ്ങളും പ്രതികരിച്ചത്. സോ ഈ രണ്ട് കഥാപാത്രങ്ങളും വളരെ നോർമലായിട്ടുള്ള കഥാപാത്രങ്ങളായിട്ട് നമുക്ക് തോന്നും. മലയാള സിനിമയിൽ സാധാരണ കാണുന്ന ഇടത്തരം വീടുകളിലെ ഒരു അമ്മ, അതേപോലെ രണ്ട് അമ്മക്കൾ ഒരു മകളുള്ള ഒരു അമ്മ, ഇതേപോലെ മക്കൾ തല്ലുകൂടി പിരിയുന്ന കാണേണ്ട ഒരു അമ്മ, അങ്ങനെയൊക്കെ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ടെങ്കിലും ഈ രണ്ട് കഥാപാത്രങ്ങളുടെയും ഈ ഒരു ജീവിത സാഹചര്യത്തിലുള്ള വ്യത്യാസം കൊണ്ട് ഇവരുടെ പെരുമാറ്റത്തിലുള്ള വ്യത്യാസം വളരെ മനോഹരമായിട്ട് ഇവർ പെർഫോമൻസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തിരക്കഥയിൽ തന്നെയുള്ള കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഇവർ സ്വയം ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എങ്ങനെയാണ് ഈ ഒരു ഇൻപുട്ട് വന്നതെന്ന് അറിയില്ല. പക്ഷേ വളരെ മനോഹരമായിട്ട് നമുക്ക് പെട്ടെന്ന് ഒറ്റനോട്ടത്തിൽ മനസ്സിലാവാത്ത രീതിയിലാണ് ഈ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു വ്യത്യാസം കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച അഭിനേതാക്കളുടെ കൂട്ടത്തിൽ KPC ലളിത എന്ന് പറയുന്ന പേര് എപ്പോഴും ഉണ്ടാവുന്നതിൻ്റെ കാരണം. സോ ഈ രണ്ട് സിനിമയും നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്, ഈ സിനിമകളുടെ പെർഫോമൻസ് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ ചാനലിലെ മറ്റു വീഡിയോസ് കണ്ടുനോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.